ഹലോ കുട്ടികളെ, നമ്മള് ഇക്കായി ദോല് ചാപ്റ്റർ 1 ബാദൽ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയില് ചാപ്റ്റർ 2 സീഗടി മച്ച്ലി സൂക്കി ക്യോ നഹി ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സീഗടി മച്ച്ലി സൂക്കി ക്യോ നഹി. സീഗടി മച്ച്ലി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫിഷ് ആണ്. നമ്മള് മത്തിമീൻ, അയിലമീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു തരം മീൻ. സൂഖി ക്യോ നഹി. സൂഖ്ന എന്ന് പറഞ്ഞാൽ ഉണങ്ങുക. മീൻ ഉണക്കാനിട്ടിട്ട് എന്തുകൊണ്ട് ഉണങ്ങിയില്ല? സീഖടി മച്ച്ലി എന്തുകൊണ്ട് ഉണങ്ങിയില്ല? അതാണ് ഈ ചാപ്റ്റർ. ഈ കഥ മുഴുവൻ വായിക്കുന്ന സമയത്ത് ഇതിന് ലോജിക് ഇല്ല എന്നൊന്നും വിചാരിക്കരുത്. ഇത് ഒരു നാടോടി കഥയാണ്. അത് അതിൻ്റെതായ രീതിയിൽ ആസ്വദിച്ച് വായിക്കാം. समुद्र के किनारे एक गाँव था. സമുദ്ര के किनारे കടലിന്റെ തീരത്ത് ഏക ഗാവ് ഥാ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. गाँव में एक मछुआरे का परिवार रहता था. गाँव में ഗ്രാമത്തിൽ एक मछुआरे ഒരു മുക്കുവൻ, മീനൊക്കെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാണല്ലേ മുക്കുവൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു മുക്കുവന്റെ പരിവാർ രഹ്താദ കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. രഹ്താദ എന്ന് പറഞ്ഞാൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഉസ് പരിവാർ മേ 4 ലോഗ് ദേ. ഉസ് പരിവാർ ആ കുടുംബത്തിൽ 4 ലോഗ് ദേ 4 ആളുകൾ ഉണ്ടായിരുന്നു. ലോഗ് എന്ന് പറഞ്ഞാൽ ആളുകൾ. മച്ചുവാരിൻ, മച്ചുവാര എന്ന് പറഞ്ഞാൽ മുക്കുവൻ. മച്ചുവാരിൻ മുക്കുവന്റെ ഭാര്യ. സ്ത്രീ ആയിട്ടുള്ള മുക്കുവരെയാണ് മച്ചുവാരിൻ എന്ന് പറയുന്നത്, മുക്കുവന്റെ ഭാര്യ. ഉസ്ക പതി, മച്ചുവാരിന്റെ ഭർത്താവ് ആരാണ്? മച്ചുവാര, മുക്കുവൻ. ഉൻക ഏക് ബച്ച, അവർക്ക് ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഏക് ബച്ച. ഓർ മച്ചുവാരേക്ക് മാ, അത് കൂടാതെ മച്ചുവാരയുടെ മുക്കുവന്റെ അമ്മ. ആരൊക്കെയാണ് 4 പേരുണ്ടായിരുന്നത് ആ ഫാമിലിയില്? ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ മച്ചുവാര ഉണ്ട്, പിന്നെ മച്ചുവാരയുടെ ഭാര്യ മച്ചുവാരിൻ, അവരുടെ ഒരു കുട്ടി, പിന്നെയോ മച്ചുവാരയുടെ മുക്കുവന്റെ അമ്മ. മച്ചുവാര സമുദ്ര സേ മച്ച്ലി പക്കഡ്കർ ലാത്താ. മച്ചുവാര സമുദ്ര സേ കടലിൽ നിന്ന് മച്ച്ലി പക്കഡ്കർ മീൻ പിടിച്ചിട്ട് ലാത്ത കൊണ്ടുവരും. മച്ചുവാര ചെയ്യുന്ന ജോലിയാണ്. എല്ലാ ദിവസവും കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവരും. മച്ചുവാരിൻ ഇൻ മച്ച്ലിയോं को बाजार ले जाकर बेचती. മച്ചുവാരിൻ മുക്കുവ സ്ത്രീ ഇൻ മച്ച്ലിയോं को ഈ മീനുകളെ, മുക്കുവൻ കൊണ്ടുവരുന്ന മീനുകളെ ബസാർ ലേ ജാക്കർ, ബസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, അപ്പൊ മാർക്കറ്റിൽ ലേ ജാക്കർ കൊണ്ടുപോയി ബേജ്തി വിൽക്കുമായിരുന്നു. जो मछलियां बच जाती उन्हें बूढ़ी अम्मा धूप में सुखाती थी. जो मछलियां बच जाती, ബജ് ജാത്തി എന്ന് പറഞ്ഞാൽ ബാക്കിയാവുക, ബാക്കിയാവുന്ന മീനുകളെ ബുഡി അമ്മ, വയസ്സായിട്ടുള്ള അമ്മ, ധൂപമേ വെയിലത്ത്, സുഖാത്തീതി ഉണക്കുമായിരുന്നു. ഓർ ബച്ച, ബാക്കി 3 പേരും എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലേ? അപ്പൊ ഇനി കുട്ടിയോ? ഓർ ബച്ച വോ പടാ പടാ റോത്താ രത്ത, അത് എപ്പോഴും അവിടെ പടാപ്പട അവിടെ കിടന്ന് റോത്താ രത്ത കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് മുക്കുവന്റെ കുടുംബത്തിൽ എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ. ഏക് ദിൻ മച്ചുവാര ജാൽ ലേക്കർ നാവ് മേ ജാ ബൈഠ. ഒരു ദിവസം മുക്കുവൻ ജാൽ ലേക്കർ, ജാൽ എന്ന് പറഞ്ഞാൽ വല, മീൻ പിടിക്കാൻ വല ആവശ്യമുണ്ടല്ലേ, ജാൽ ലേക്കർ വലയും എടുത്ത് നാവ് മേ തോണിയിൽ ജാ ബൈഠ പോയിരുന്നു. മുക്കുവൻ മീൻ പിടിക്കാൻ പോവാണ്. മച്ചുവാരിൻ മച്ച്ലിയാം ബേജ്നെ കെ ലിയെ ബാസാർ ചലി ഗയി. മച്ചുവാരിനാണെങ്കിലോ അവിടെ ഓൾറെഡി പിടിച്ചു വെച്ചിരിക്കുന്ന മച്ച്ലിയ മീനുകള് ബേജ്നെ കെ ലിയെ വിൽക്കാൻ വേണ്ടി ബസാർ ചലി ഗയി മാർക്കറ്റിലേക്ക് പോയി. ഘർ പർ ബൂഢി അമ്മ
बची मछलियों को धूप में सुखा रही थी. ഘർ പർ വീട്ടിൽ മച്ചുവാരയും മച്ചുവാരനും പുറത്തുപോയി. വീട്ടില് ബൂഡിയമ്മ വയസ്സായ അമ്മ ബച്ചി മച്ചിലിയോങ്കോ ബാക്കിയായ മീനുകളെ ധൂപ് മേ വെയിലത്ത് സുഖാ രഹി ഥി ഉണക്കുകയായിരുന്നു. और बच्चा एक चटाई पर पड़ा पड़ा रो रहा था. കുട്ടിയാണെങ്കിലോ എക് ചടായി പർ, ചടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായൊക്കെ വിരിച്ച് കിടക്കില്ലേ കുട്ടികള്, അങ്ങനത്തെ ഒരു പായ, മാറ്റ് അല്ലെങ്കിൽ ഒരു വിരിപ്പ് ഒക്കെ പറയാം. അങ്ങനെയുള്ള ഒരു പായയില് പടാപ്പട അവിടെ കിടന്ന് എന്നത്തെയും പോലെ തന്നെ റോ രഹാദ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബൂഡി അമ്മ ചബൂത്രേ പർ ബൈട്ടി തി. വയസ്സായ അമ്മ എറയത്താണ് ഇരിക്കുന്നത്. എറയത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കൊലായ എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള ഈ ഒരു തട്ടിലിരിക്കുകയാണ്. വഹ് एक हाथ से बच्चे को सहला रही थी और दूसरे से कौओं को भगा रही थी. വയസ്സായ അമ്മ മീനുകളെ ഉണക്കുകയാണല്ലേ. അപ്പൊ മീനുകളെ ഉണക്കാൻ വെക്കുന്ന സമയത്ത് കാക്കകളൊക്കെ വന്ന് കൊത്തിക്കൊണ്ടുപോവാൻ സാധ്യതയുണ്ട്. പക്ഷെ കുഞ്ഞവിടെ ഇരുന്ന് കരയുന്നുണ്ട്, അതിനെയും നോക്കണം. വഹ്, ഇവിടെ വഹ് എന്ന് പറഞ്ഞാൽ വയസ്സായ അമ്മ, ഏക് ഹാത്ത് സേ ഒരു കൈ കൊണ്ട് ബച്ചേക്കോ സഹലാ രഹീതി കുട്ടിയെ സഹലാ രഹീതി എന്ന് പറഞ്ഞാൽ തടവിക്കൊണ്ടിരിക്കുകയാണ്, കരയണ്ട എന്ന് പറഞ്ഞ തടവിക്കൊണ്ടിരിക്കുകയാണ്. ഓർ ദൂസരേ സേ രണ്ടാമത്തെ കൈ കൊണ്ട് കൗങ്കോ കാക്കകളെ ഭഗാരഹീതി കാക്കകളെ ഓടിക്കുകയായിരുന്നു. കയ്യിലൊരു വടിയൊക്കെ പിടിച്ച് കാക്കേനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാം ഹോഗൈ, ശ്യാം എന്ന് പറഞ്ഞാൽ ഈവനിങ്, വൈകുന്നേരമായി. समुद्र से मछुआरा और बाजार से उसकी बीवी लौटने ही वाले थे. സമുദ്രസെ മച്ചുവാര, സമുദ്രത്തില് രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് മച്ചുവാര. അവിടുന്ന് മച്ചുവാരയും ബാസാർ സെ മാർക്കറ്റിൽ നിന്ന് ഉസ്കി ബീവി മാർക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും ലോട്ട്നേ ഹി വാലേദേ, ലോട്ട്ന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. അപ്പൊ ലോട്ട്നേ ഹി വാലേദേ തിരിച്ചു വരാൻ പോവുകയായിരുന്നു. ബൂഡി അമ്മാനെ സോച്ച ഷാം ഹുയി, ബൂഡി അമ്മ നെ സോച്ച വിചാരിച്ചു, ഷാം ഹുയി വൈകുന്നേരമായി, അബ് മേ ഇപ്പോൾ ഞാൻ സീഗടി മച്ലിയോങ്കോ സമേട് കർ അന്തർ ലേ ആവും. സീഗടി മച്ലിയോങ്കോ, സീഗടി മത്സ്യത്തിനെ സമേട് കർ വാരിക്കൂട്ടി, അതിനെ എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് അന്തർ ലേ ആവും എടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകട്ടെ, ഉണക്കാൻ വെച്ച സാധനം എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന്. उसने बरामदे में पड़ी मछलियों को छू कर देखा. അവര് ബരാന്തേ മേ മുറ്റത്ത് പടി മച്ലിയോങ്കോ മുറ്റത്ത് വെച്ചിരുന്ന മീനുകളെ ഛൂക്കർ ദേക്ക തൊട്ടു നോക്കി. മച്ലിയാം അബീബി സൂഖി നഹീദി, മച്ലിയാം മീനുകൾ അബീബി ഇപ്പോഴും സൂഖി നഹീദി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര സമയം പുറത്തു വെച്ചിട്ടും ഇതുവരെയും അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മച്ലിയാം അബീബി സൂഖി നഹീദി ക്യോ, മീനുകള് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം? ചിലപ്പോ അതിന് വെയിൽ കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോ അത് വലിയ മീനായിരിക്കും, ഇനിയും സമയമെടുക്കുമായിരിക്കും, അല്ലെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബൂഡിയമ്മ ബോലി, ബൂഡിയമ്മ പറഞ്ഞു, സീഗടി ഓ സീഗടി, ബൂഡിയമ്മ മീനുകളോടാണ് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു നാടോടി കഥയാണ്. ഇത് ചത്തുപോയ മീനല്ലേ, അത് സംസാരിക്കോ, അതിനോട് ചോദിക്കുന്നത് എന്തിനാ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് രസകരമായ ഒരു കഥയാണ്. അപ്പൊ നമ്മുടെ വയസ്സായ അമ്മൂമ്മ സീഗടി മീനിനോട് ചോദിക്കുക, സീഗടി ഓ സീഗടി തും ക്യൂ നഹി സൂഖി, തും നീ എന്തുകൊണ്ടാണ് ഉണങ്ങാത്തത്, തും ക്യോ നഹി സൂഖി. സീഗടി ബോലി, അപ്പൊ സീഗടി പറയാണ്, ബൂഡിയമ്മ ബൂഡിയമ്മ ഘാസ് ബഡ് ഗൈ ഹേ, ഘാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, ബഡ് ഗൈ ഹേ പുല്ല് വളരെയധികം വളർന്നിരിക്കുന്നു, മുജെ ധൂപ് ഹി നഹി മിലി അതിന്റെ തണലില് എനിക്ക് വെയില് കിട്ടിയില്ല, ധൂപ് ഹി നഹി മിലി, തോ മേ കൈസേ സൂഖൂ, അങ്ങനെയാണെങ്കിൽ മേ കാസേ സൂഖൂ എങ്ങനെ ഉണങ്ങാനാണ്,
അപ്പൊ വെയിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഉണങ്ങാത്തത്. മുജ്സെ ക്യൂം പൂച്ച്തി ഹോ, എന്നോട് എന്തിനു ചോദിക്കുന്നു? മുജ്സെ, എന്നോട്. ക്യൂം പൂച്ച്തി ഹോ, എന്തിനാണ് ചോദിക്കുന്നത്? ഘാസെ പൂച്ചോ, പുല്ലിനോട് പോയി ചോദിക്കൂ. അപ്പൊ ഇവിടെ ഞാനല്ല തെറ്റുകാരൻ, പുല്ലാണ്. പുല്ല് കാരണം എനിക്ക് ശരിക്കും വെയിൽ കിട്ടിയിട്ടില്ല എന്ന് മീൻ പറയും. मुझसे क्यों पूछती हो, घास से पूछो, आप इससे सहमत है क्यों? മീൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ശരിക്ക് മീനാണോ ഇവിടെ കുറ്റക്കാരൻ, പുല്ലാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബൂഢി അമ്മ ഖാസ് കെ പാസ് ഗയി, വയസ്സായ ആ അമ്മ ഖാസ് കെ പാസ്, പുല്ലിന്റെ അടുത്ത് ഗയി, പോയി. घास ओ घास बताना तू धूप के आड़े क्यों आई? എന്നിട്ട് പുല്ലിനോട് ചോദിക്കുകയാണ്. ഘാസ് ഓ ഘാസ് ബതാന, പറയൂ. തൂ ധൂപ് കെ ആടെ ക്യോ ആയി, നീ വെയിലിന്റെ ഇടയിൽ എന്തിന് വന്നു, അതായത് വെയിൽ കിട്ടാതെ എന്തിന് തടഞ്ഞു എന്നാണ് ചോദ്യം. ഖാസ്നെ ജവാബ് ദി, അപ്പൊ പുല്ല് ഉത്തരം പറഞ്ഞു. ജവാബ് എന്ന് പറഞ്ഞ ഉത്തരം. ബൂഢിയമ്മ ബച്ചടെ നെ മുझे नहीं खाया तो मैं क्या करूं? അപ്പൊ പുല്ല് പറയുന്നത് എന്താണ്? ബച്ചടെ എന്ന് പറഞ്ഞ പശുക്കുട്ടി. മുझे नहीं खाया, എന്നെ കഴിച്ചില്ല. तो मैं क्या करूं? അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? സാധാരണയായിട്ട് എല്ലാ ദിവസവും പശുക്കുട്ടി എന്നെ കഴിക്കാറുണ്ടായിരുന്നു. ഇന്ന് പശുക്കുട്ടി എന്നെ കഴിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ വളർന്ന് വലുതായി നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? मैं क्या करूं? मुझसे क्यों पूछती हो? എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ബച്ച്ഡേസെ പൂച്ചോ, പശുക്കുട്ടിയോട് പോയി ചോദിക്കൂ. ഫിർ ബൂഢിയമ്മ ബച്ച്ഡേ കെ പാസ് ഗയി, അതിനുശേഷം ബൂഢിയമ്മ നടന്ന് പശുക്കുട്ടിയുടെ അടുത്ത് ചെന്നു. ബച്ച്ഡേ കെ പാസ് ഗയി. ഉസ്നെ പൂച്ച, എന്നിട്ട് ചോദിച്ചു. ബച്ച്ഡേ ഓ ബച്ച്ഡേ, ബച്ച്ഡേ തും ഘാസ് ക്യൂ നഹി ഖായി, നീ എന്തുകൊണ്ടാണ് പുല്ല് കഴിക്കാഞ്ഞത്? തും ഘാസ് ക്യൂ നഹി ഖായി, എന്തുകൊണ്ട് പുല്ല് കഴിച്ചില്ല? ബജഡേനെ കഹ, അപ്പൊ ബജഡേ പറഞ്ഞു. ബുഡിയമ്മ घर की औरत ने मेरी रस्सी नहीं खोली. घर की औरत, ഈ വീട്ടിലുള്ള സ്ത്രീ, അതായത് മച്ചുവാരിൻ, മുക്കുവ സ്ത്രീ. മേരി രസ്സി നെയ് ഖോലി, എന്റെ കയറ് അഴിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇത് ഇപ്പോഴും ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കയറ് അവര് കഴിച്ചില്ല. तो मैं क्या करूं? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? തും ഓരത് സേ പൂച്ചോ, നിങ്ങൾ ചെന്നിട്ട് ഓരത് സേ പൂച്ചോ, ആ സ്ത്രീയോട് ചോദിക്കൂ. तब तक मछुआरे की बीवी घर लौट आई. तब तक, അപ്പോഴേക്കും മച്ചുവാരെ കി ബീവി, മുക്കുവന്റെ ഭാര്യ, അതായത് മുക്കുവ സ്ത്രീ മച്ചുവാരിൻ, ഘർ ലോട്ട് ആയി, വീട്ടിൽ തിരിച്ചു വന്നു. ബൂഢിയമ്മ ഉസ്കെ പാസ് ഗയി, ബൂഢിയമ്മ അവരുടെ അടുത്ത് പോയി. ഉസ്കെ പാസ് ഗയി ഓർ ഉസ്സെ പൂച്ച, എന്നിട്ട് അവരോട് ചോദിച്ചു. तुमने बछड़े को क्यों नहीं छोड़ा? तुमने बछड़े को, നീ പശുക്കുട്ടിയെ क्यों नहीं छोड़ा, എന്തുകൊണ്ട് വിട്ടില്ല? उस पर मछुआरे की बीवी ने कहा. उस पर, അത് കേട്ടപ്പോ ആ സമയത്ത് മച്ചുവാരെ കി ബീവിനെ, മച്ചുവാരിൻ കഹ, പറഞ്ഞു. ബൂഢിയമ്മ जब बच्चे ने रोना ही बंद नहीं किया तो मैं बछड़े को कैसे छोड़ती? ഇവിടെ മുക്കുവ സ്ത്രീ പറഞ്ഞ ഉത്തരം എന്താണ്? ജബ് ബച്ചേനെ, കുട്ടി, രോനാഹി ബന്ദ് നഹി കിയ, കരച്ചിലേ നിർത്തിയില്ല, ബന്ദ് നഹി കിയ, तो मैं बछड़े को कैसे छोड़ती? मैं बछड़े को, ഞാൻ പശുക്കുട്ടിയെ കേസെ ചോടുത്തി, എങ്ങനെ വിടും? കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക, എങ്ങനെയും കുട്ടിയെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ സമയം മുഴുവൻ അതിൽ പോയി. അതുകൊണ്ടാണ് അവർക്ക് പശുക്കുട്ടിയെ വിടാൻ പറ്റാഞ്ഞത്. തും മുജ്സെ ക്യോ പൂച്ച്തി ഹോ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ബച്ചേസെ പൂച്ചോ, പോയിട്ട് കുട്ടിയോട് ചോദിക്കൂ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നതെന്ന്. अब बूढ़ी अम्मा बच्चे के पास गई और पूछा. അപ്പോ ബൂഢിയമ്മ ബച്ചെ കെ പാസ്, കുട്ടിയുടെ അടുത്ത് ഗയി, പോയി. ഓർ പൂച്ച, എന്നിട്ട് ചോദിച്ചു. ബച്ചേ ഓ ബച്ചേ, കുട്ടി.
ബതാ തൂനെ റോന ബന്ദ് ക്യോ നഹി കിയാ. പറയൂ, തൂനെ നീ റോന ബന്ദ് ക്യോ നഹി കിയാ, എന്തുകൊണ്ട് കരച്ചില് നിർത്തിയില്ല? ബച്ചേനെ കഹ, അപ്പൊ കുട്ടി പറയാണ്, ബുഡിയമ്മ മുझे ചീണ്ടീനെ കാട്ടാതാ, എന്നെ ചീണ്ടീനെ കാട്ടാതാ, തോ മേ ക്യാ കരൂ, അപ്പൊ ഞാൻ എന്താ ചെയ്യാ? എന്നെ ഉറുമ്പ് കടിച്ചിട്ടാണ്. ചീണ്ടി എന്ന് പറഞ്ഞ ഉറുമ്പാണ്. കാട്ടാതാ കടിച്ചിരുന്നു. തോ മേ ക്യാ കരൂ, എന്നെ ഉറുമ്പ് കടിച്ചത് കൊണ്ടാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചീട്ടി സേ പൂച്ചോ, പോയിട്ട് ഉറുമ്പിനോട് ചോദിക്കൂ. ബൂഡി ചീട്ടി കെ പാസ് ഗൈ, വയസ്സായ അമ്മ അവസാനം ഉറുമ്പിന്റെ അടുത്തെത്തി. ചീട്ടിയോ ചീട്ടി, ബതാओ തുമ്നെ ബച്ചേ കോ ക്യോ കാട്ടാ. ചീണ്ടി, നീ എന്തിനാണ് കുട്ടിയെ കടിച്ചത്? ചീണ്ടിനെ കഹ, ഉറുമ്പ് പറയുകയാണ്, ബുഡിയമ്മ വയസ്സായ അമ്മേ, ചട്ടായിനെ മേര രാഹ് റോക്കി. ചട്ടായി, കുട്ടിയെ കിടത്തിയിരിക്കുന്ന ആ ഒരു പായ, മേരി രാഹ് റോക്കി, ഉറുമ്പുകൾ എങ്ങനെയാ പോവാ? വരി വരിയായിട്ടാണല്ലേ പോവാ. അതിന്റെ വഴി തടഞ്ഞിട്ടാണ് അവര് കുട്ടിക്ക് പായ വിരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഉറുമ്പ് പറയാണ്, എന്റെ വഴി അത് തടഞ്ഞു. തും ചട്ടായി കോ ലപേട്ട് ലോ ഓർ മുझे जाने दो, നിങ്ങള് ആ ഒരു ചട്ടായിനെ മടക്കി വെക്കൂ. ഓർ മുझे जाने दो, എന്നെ പോകാൻ അനുവദിക്കൂ. തബ് മേ നഹി കാട്ടൂങ്കി, അങ്ങനെയാണെങ്കിൽ ഞാൻ കടിക്കില്ല. തബ് മേ നഹി കാട്ടൂങ്കി, ഞാൻ കടിക്കില്ല. बूढ़ी अम्मा ने झट से बच्चे को उड़ाया. ബുഡിയമ്മ ജഡ് സെ, പെട്ടെന്ന് തന്നെ ബച്ചേക്കോ ഉടായ, കുട്ടിയെ എടുത്തു. ചടായിക്കോ ലപേട്ട് ദിയ, എന്നിട്ട് ആ പായേനെ ഉറുമ്പിന്റെ വഴിയിൽ നിന്ന് മാറ്റിയിട്ടു. ചീണ്ടി ബച്ചേക്കോ കാട്ടെ ബഗേർ നിഗൽ ഗയി. ചീട്ടിയാണെങ്കിൽ ബച്ചേക്കോ കാട്ടെ ബഗേർ, കടിക്കാതെ, ബഗേർ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതെ, നിഗൽ ഗയി, അവിടെ നിന്ന് വരി വരിയായിട്ട് പോയി. ബച്ചേനെ റോന ബന്ദ് കർ ദിയ, കുട്ടിയാണെങ്കിലോ റോന ബന്ദ് കർ ദിയ, കരച്ചില് നിർത്തി. ബച്ചേക്ക് മാനെ ബച്ചടേക്കോ ഖോൽ ദിയ, അപ്പോ ബച്ചേക്ക് മാ, മച്ചുവാരൻ പോയിട്ട് ബച്ചടേക്കോ, പശുക്കുട്ടിയെ ഖോൽ ദിയ, അതിന്റെ കയറ് അഴിച്ചു വിട്ടു. ബച്ചടേനെ ഖാസ് ഖാലി, ബച്ചടെ വേഗം ചെന്നിട്ട് അവിടെയുള്ള പുല്ലൊക്കെ കഴിച്ചു. ഓർ ഫിർ ധൂപ് മേ മച്ച്ലി സോ ഗയി, ഇപ്പൊ പുല്ലൊന്നും ഇല്ലല്ലോ, പുല്ല് മുഴുവൻ പശുക്കുട്ടി തിന്ന് തീർത്തല്ലേ. അപ്പോ ധൂപ് മേ മച്ച്ലി സോ ഗയി, വെയിലത്ത് മീനൊക്കെ ഉണങ്ങിപ്പോയി. ബൂഡിയമ്മാനെ സീഗടി മച്ച്ലിയാം സമേട്ടി, ബൂഡിയമ്മ പോയിട്ട് സീഗടി മച്ച്ലിയാമിനെ എല്ലാം കളക്ട് ചെയ്ത് എടുത്തു. ഓർ അന്തർ ലേ ഗയി, അതിനുശേഷം ഉള്ളിലേക്ക് കൊണ്ടുപോയി. അന്തർ ലേ ഗയി. നല്ല രസകരമായ ഒരു കഥയാണ്. മീൻ ഉണക്കാൻ വെച്ചിരുന്നു, വൈകുന്നേരമായിട്ട് മീൻ ഉണങ്ങാത്തത് കൊണ്ട് മുത്തശ്ശി ചോദിക്കുക, മീനെ നീ എന്തുകൊണ്ടാ ഉണങ്ങാത്തത്? അപ്പൊ മീൻ പറഞ്ഞ ഉത്തരം എന്താ? പുല്ല് നിറയെ ചുറ്റും വളർന്നത് കൊണ്ട് എനിക്ക് ആവശ്യത്തിന് വെയിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണങ്ങാഞ്ഞത്. അപ്പൊ എന്നോട് ചോദിക്കണ്ട, നേരെ പുല്ലിനോട് പോയി ചോദിക്കൂ. അമ്മ പുല്ലിനോട് ചോദിച്ചപ്പോ പുല്ല് പറഞ്ഞ ഉത്തരം എന്താ? എല്ലാ ദിവസവും എന്നെ പശുക്കുട്ടി കഴിക്കുമായിരുന്നു, ഇന്ന് പശുക്കുട്ടി എന്നെ വന്ന് കഴിച്ചില്ല, അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ പോയി പശുക്കുട്ടിയോട് ചോദിക്കേ. അമ്മൂമ്മ ചെന്ന് പശുക്കുട്ടിയോട് ചോദിച്ചപ്പം പശുക്കുട്ടി പറയാ, വീട്ടിലുള്ള സ്ത്രീ എന്നെ അഴിച്ചു വിട്ടാലല്ലേ എനിക്ക് പോയി കഴിക്കാൻ പറ്റൂ, അതുകൊണ്ട് നിങ്ങൾ അവരടുത്ത് പോയി ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇന്ന് എന്നെ കെട്ടഴിച്ചു വിടാഞ്ഞത്. അമ്മൂമ്മ പോയിട്ട് മുഖസ്ത്രീയോട് ചോദിക്കുക, എന്തുകൊണ്ടാ നീ ഇന്ന് പശുവിനെ കഴിച്ചു വിടാഞ്ഞത്? അപ്പൊ പറഞ്ഞു, രാവിലെ കുട്ടി കുറേ സമയം കരഞ്ഞിരുന്നു, അതുകൊണ്ട് എനിക്ക് പശുവിനെ കഴിച്ചിടാനൊന്നും പറ്റിയില്ല. നിങ്ങൾ പോയിട്ട് കുട്ടിയോട് ചോദിക്കൂ എന്തിനാ കരഞ്ഞുകൊണ്ടിരുന്നതെന്ന്. അമ്മൂമ്മ കുട്ടിയുടെ അടുത്ത് പോയി ചോദിക്കും, എന്തിനാ കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നത്? അപ്പൊ കുട്ടി പറയാ, എന്നെ ഉറുമ്പ് കടിച്ചിട്ടാ ഞാൻ കരഞ്ഞത്, അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാ? നിങ്ങൾ പോയിട്ട് ഉറുമ്പിന്റെ അടുത്ത് ചോദിക്കൂ. അമ്മൂമ്മ അവസാനം ഉറുമ്പിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. അപ്പൊ ഉറുമ്പ് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയിലാണ് നിങ്ങൾ കുട്ടിക്ക് കിടക്കാൻ പായ വിരിച്ചിരിക്കുന്നത്, ആ പായ അവിടുന്ന് തിരിച്ചു മാറ്റിയിടൂ, അപ്പൊ ഞാൻ അവിടുന്ന് മര്യാദയ്ക്ക് പോയിക്കോളാം, കുട്ടിയെ കടിക്കുകയുമില്ല. ഇത് കേട്ടപ്പോ അമ്മൂമ്മ പെട്ടെന്ന് കുട്ടിയെ എടുത്തു, ആ ഒരു പായ മാറ്റിയിട്ടു കൊടുത്തു. ഉറുമ്പ് കുട്ടിയെ കടിക്കാതെ പോയി, കുട്ടി കരച്ചിലും നിർത്തി.
കുട്ടി കരച്ചിലൊക്കെ നിർത്തി കഴിഞ്ഞപ്പോ അമ്മ വേഗം പോയി പശുവിനെ അഴിച്ചിട്ടു. പശു പോയി പുല്ല് തിന്നു. പുല്ലൊക്കെ പോയപ്പോ നല്ല വെയിൽ കിട്ടി. മീനും ഉണങ്ങി. അമ്മൂമ്മ മീനുകളെയൊക്കെ എടുത്ത് കൊട്ടയിലാക്കി വീടിനുള്ളിലേക്ക് പോയി. അപ്പോ കഥ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോകാം. ലിഖേ ബുഡി അമ്മ കിൻ കിൻ സെ മിലി. ബുഡി അമ്മ ആരെയൊക്കെ കണ്ടിരുന്നു? ആദ്യം തന്നെ സീങ്കടി മച്ലി അല്ലേ? സീങ്കടി മച്ലി അല്ലെങ്കിൽ വെറും മച്ലി. അടുത്തതായിട്ടോ മച്ലി പറഞ്ഞത് കേട്ട് അമ്മുമ്മ ആരുടെ അടുത്തേക്കാ പോയത്? പുല്ലിന്റെ അടുത്തേക്കാണ്. ഘാസ്. അതിനുശേഷം പുല്ല് പറഞ്ഞത് കേട്ട് പശുവിന്റെ അടുത്ത് പോയി. ബച്ചടാ. അതിനുശേഷം മച്വാരിൻ. മച്വാരിൻ കുട്ടി കരഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടിയുടെ അടുത്ത് പോയി. ബച്ച. ബച്ച പറഞ്ഞു അതിനെ ഉറുമ്പ് കടിച്ചിട്ടാണ്. അപ്പൊ ഉറുമ്പിന്റെ അടുത്തും പോയി. ചീണ്ടി. അപ്പൊ ആരെയൊക്കെയാ വയസ്സായ അമ്മൂമ്മ കണ്ടത്? സീങ്കടി മച്ലി, ഘാസ്, ബച്ചടാ, മച്വാരിൻ, ബച്ച और ചീണ്ടി. രംഗ് ദേ ഉചിത് സംവാദ് സെ ജോഡെ. ഇവിടെ ഓരോ സംഭാഷണ ശകലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് നിങ്ങൾ മാച്ച് ചെയ്യണം. അത് കൂടാതെ അതിനൊക്കെ കളറും കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഉറുമ്പിനെ നോക്കാം. ഉറുമ്പിന് നല്ല കളർ കൊടുക്കാമോ? നമുക്ക് ഇങ്ങനെ കളർ കൊടുക്കാം അല്ലെ? ഇനി ഉറുമ്പ് പറഞ്ഞ കാര്യം ഇവിടെ എവിടെയാ ഉള്ളത്? തും ചടായി കോ ലപേട് ലോ ഓർ മുझे जाने दो. ഇതാണ് ഉറുമ്പ് പറഞ്ഞത്. ഇനി അടുത്തത് കുട്ടി. കുട്ടി എന്താ പറഞ്ഞത്? കുട്ടിക്ക് നന്നായിട്ട് കളർ കൊടുക്കാം. കുട്ടി പറഞ്ഞത് മുझे ചീട്ടീനെ കാട്ടാതാ തോ മേ ക്യാ കരൂ. എന്നെ ഉറുമ്പ് കടിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. മേ ക്യാ കരൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് കുട്ടി പറഞ്ഞത്. ഇനി അടുത്തത് പുല്ല്. പുല്ല് എന്താ പറഞ്ഞത്? ബച്ചടേനെ മുझे നഹി ഖായാ തോ മേ ക്യാ കരൂ. പശുക്കുട്ടി എന്നെ കഴിച്ചില്ലല്ലോ, അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് രണ്ടും മാച്ച് ചെയ്യാം. ഇനി മച്വാരിൻ. മച്വാരിൻ എന്താ പറഞ്ഞത്? ജബ് ബച്ചേനെ റോനാ ഹി നഹി ബന്ദ് കിയാ തോ മേ ബച്ചഡേ കോ കേസേ ചോഡ്തി. കുട്ടി കരച്ചിലേ നിർത്തിയില്ല, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ പശുക്കുട്ടിയെ വിടും? അപ്പൊ ഇതാണ് മച്വാരിൻ പറഞ്ഞ കാര്യം. ഇനി അവസാനമായിട്ട് ബച്ചട. ബച്ചട എന്തായിരുന്നു പറഞ്ഞത്? ബച്ചടയ്ക്കും കളർ കൊടുക്കാം. ബച്ചട പറഞ്ഞത് ഘർ കി ഓരത് നെ മേരി രസ്സി നഹി ഖോലി. വീട്ടിലുള്ള സ്ത്രീ എന്റെ കയറ് അഴിച്ചു വിട്ടില്ല. തോ മേ ക്യാ കരൂ. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഇതാണ് ബച്ചട പറഞ്ഞ കാര്യം. नीचे दिए गए वाक्य पर ध्यान दे. ബുഡി അമ്മ മച്ലിയോങ്കോ സുഖാ രഹി ധീ. വയസ്സായ അമ്മൂമ്മ മീനുകളെ സുഖാ രഹി ധീ ഉണക്കുകയായിരുന്നു. പാഠ് ഭാഗ് സെ ऐसे വാക്യ ചുൻകർ ലിഖെ. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? സുഖാ രഹി ധീ എന്നാണ് പറയുന്നത്. അതായത് മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാര്യം, അത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇപ്പൊ ചെയ്യുകയാണെങ്കിലോ സുഖാ രഹി ഹേ എന്നാണ് പറയാ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇത് കഴിഞ്ഞ കാര്യമാണ്. സുഖാ രഹി ധീ. അപ്പൊ ഇതുപോലെയുള്ള വാക്കുകൾ തെരഞ്ഞു കണ്ടുപിടിച്ച് എഴുതാമോ? അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. നമുക്കൊരു 2-3 വാക്ക് എഴുതി നോക്കാം. ബച്ച എക് ചടായി പർ പടാ പടാ രോ രഹാ ഥാ. കണ്ടോ? ഇവിടെ അമ്മൂമ്മ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ധീ എന്ന് വന്നത്. ഇവിടെ ബച്ച എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയാണ്, അപ്പോ ധ. ഇനി അതുപോലെ ബൂഢി അമ്മ ചബൂത്തരെ പർ ബൈठी ധീ. वह एक हाथ से बच्चे को सहला रही थी और दूसरे से कौओं को भगा रही थी. ഇതുപോലെയുള്ള ഇനിയും സെന്റൻസുകൾ ഉണ്ടാകും. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെഴുതണം. ऐसे अधिक വാക്യ ബനായേ. അതേപോലത്തെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ തന്നത്. അപ്പൊ മുമ്പ് നടന്നതാണ് എന്നുള്ള സെന്റൻസ് ആക്കി മാറ്റി എഴുതണം. ആദ്യമായി മച്വാര ആ രഹാ ഹേ. അത് കഴിഞ്ഞ കാര്യമാണെങ്കിലോ മച്വാര ആ രഹാ ധ വരികയായിരുന്നു. മച്വാരിൻ ആ രഹി ഹേ.
മച്ചുവാരിൻ ആരഹി ധീ, ഹേ മാറി ധീ ആയി. ഇതൊക്കെ അതുപോലെ ഒന്ന് എഴുതി നോക്കൂ. ബച്ചഡ ഖാ രഹാ ഹേ എന്താവും? മച്ചഡ ഖാ രഹാ ഥാ. बूढ़ी अम्मा बैठ रही है, बूढ़ी अम्मा बैठ रही थी. चींटी चल रही है, चींटी चल रही थी. कौआ भाग रहा है, ഇതെന്തായി മാറും? कौआ भाग रहा था. शब्द ढूंढे लिखे. ഇവിടെ ഒരു പസിൽ തന്നിരിക്കുകയാണ്. ഇതിൽ കുറെ വാക്കുകൾ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വാക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നേ? നമുക്ക് കുറച്ചെണ്ണം നോക്കാം. ഇതിൽ കിട്ടാത്തതും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാൻ ശ്രമിക്കുക. ഖാസ് പുല്ല്, ചട്ടായി ആ ഒരു വിരിപ്പ് അല്ലെങ്കിൽ പായ, മച്ഛലി മീൻ, സമുദ്ര കടൽ, ബാസാർ മാർക്കറ്റ്, സീഗടി ഒരു ടൈപ്പ് ഓഫ് മീൻ, രസ്സി കയർ, ചീണ്ടി ഉറുമ്പ്, മച്ചുവാര മച്ചുവാരിൻ മുക്കുവ സ്ത്രീ, മുക്കുവന്റെ ഭാര്യ, ജാൽ ബൂഡി ഓരത്. അങ്ങനെ ഇനിയും വാക്കുകളുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുക. ബുക്കിലുള്ള ഈ ഒരു സ്പേസിൽ എഴുതുക. സംജെ ചുൻകർ ലിഖേ. മുമ്പ് നമ്മൾ പറഞ്ഞു മച്ചുവാര മച്ചുവാരിൻ അല്ലെ, അത് പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന പുല്ലിംഗത്തിന്റെ ഒക്കെ സ്ത്രീലിംഗം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യത്തെ മച്ചുവാര എല്ലാവർക്കും അറിയാം, അത് മച്ചുവാരിൻ ആണ്. അപ്പൊ മച്ചുവാരിൻ എന്ന് ഇവിടെ എഴുതുക. അടുത്തത് പതി ഭർത്താവ്, അതിന്റെ സ്ത്രീലിംഗം പത്നി ഭാര്യ, അത് ഇവിടെ എഴുതുക. ബച്ച ബച്ചി, ബച്ച ആൺകുട്ടിയാണ്, ബച്ചി പെൺകുട്ടിയാണ്. ബൂഡ വയസ്സായ ആളാണ്, ബൂഡി വയസ്സായ സ്ത്രീയാണ്. ചിത്ര കഹാനി ബതായേ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്, അതായത് നല്ല വെയിലുണ്ട്, ഒരു ചെടിയും പൂവും ഒക്കെ ആയിട്ട് അത് വാടിപ്പോയി. ഒരു പെൺകുട്ടി വന്ന് അതിനെ നനച്ചു, ആ പൂവ് വീണ്ടും പഴയ സ്ഥിതിയിലേക്കായി. ആ കുട്ടി ഭയങ്കരമായിട്ട് സന്തോഷായി. അതിന്റെ വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ജൽത സൂരജ് കത്തി നിൽക്കുന്ന സൂര്യൻ, മുർഖായ ഫൂൽ വാടിപ്പോയിരിക്കുന്ന പൂവ്, പോതേക്കോ സീൻസ്ന വെള്ളം കൊടുക്കുക, പിന്നെയോ ഖിലാവുക ഫൂൽ അത് തിരിച്ച് നേരെയായിരിക്കുന്നു. ലഡ്കിക്ക് ഖുഷി, ലഡ്കി ഹാപ്പിയായി. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു കഥ എഴുതാനാണ് പറയുന്നത്. ഓരോ ചിത്രത്തിന്റെ അടിയിലും ഓരോ വരിയായിട്ട് എഴുതി നോക്കിയാലോ. ആദ്യത്തെ കാര്യം, ഏക് ദിൻ തേജ് സൂരജ് നിഖൽ രഹാദ. ഒരു ദിവസം സൂര്യൻ ഭയങ്കരമായിട്ട് കത്തി ജ്വലിച്ച് നിൽക്കുകയായിരുന്നു. അതിനുശേഷം പൂവിനെ പറ്റി എന്താ എഴുതുക? ധൂപ് കെ കാരൻ, വെയിൽ കാരണം, ഫൂൽ മുർജാ ഗയാ, പൂവ് വാടിപ്പോയി. ഏക് ലഡ്കിനെ പോതേക്കോ പാനി ദിയ, ഒരു പെൺകുട്ടി ആ ഒരു ചെടിക്ക് വെള്ളം നൽകി. ഥോടി ദേർ ബാദ്, കുറച്ചു കഴിഞ്ഞപ്പോൾ, ഫൂൽ ഫിർ സേ ഖിൽ ഗയാ, പൂവ് പഴയപടി തന്നെ നേരെയായിട്ട് വന്നു. യഹ് ദേഖർ ലഡ്കി ബഹുത് ഖുഷ് ഹുയി, ഇത് കണ്ട് പെൺകുട്ടി വളരെയധികം സന്തോഷിച്ചു. പോസ്റ്റർ ബനായേ കച്ചറ മുക്ത് കേരൾ. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ്. കച്ചറ മുക്ത് കേരളം എന്ന് പറഞ്ഞാൽ മാലിന്യരഹിത കേരളം. യഹ് ധർത്തി ഹമാരി ഹി നഹി ആനെ വാലി പീഡിയോം കി ഭി ഹേ. ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരു തലമുറയുടേതും കൂടി ആണ് എന്ന് വരുന്ന ഒരു പോസ്റ്റർ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കച്ചറ മുക്ത് കേരൾ. നല്ല നല്ല ചിത്രങ്ങൾ കൊടുക്കുക. ഇതിൽ നമ്മൾ ഓരോ വീട്ടിലും സ്കൂളിലും പിന്നെ നമ്മുടെ സൊസൈറ്റിയിലും ഒക്കെ എന്തെന്ത് കാര്യങ്ങളാണ് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഇതേപോലെ ഒരു പോസ്റ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ധർത്തി കോ ബച്ചാനെ കെ ലിയെ ഹം ക്യാ ക്യാ കർ സക്തേ ഹേ, ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രക്രിയവും കി സൂചി തയ്യാർ കരേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രക്രിയകളുടെ ആക്ടിവിറ്റീസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്.
ആദ്യം തന്നെ ഘർമേ, വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കച്ചറ, വേസ്റ്റ് അലഗ് അലഗ് ഡാലേ, ഫുഡ് വേസ്റ്റും അല്ലാത്ത വേസ്റ്റും ഒക്കെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുക, അതൊക്കെ മിക്സ് ചെയ്യാതിരിക്കുക. പാനി ബച്ചായേ, ഉപയോഗിക്കുന്ന വെള്ളം ആവശ്യത്തിലധികം ഉപയോഗിക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, വേസ്റ്റ് ആക്കി കളയാതിരിക്കുക. ബിജ്ലി ബന്ദ് കരേ, ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യുക, കറണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെയും പല പല കാര്യങ്ങളും ചെയ്യാം, അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. സ്കൂളിലാണെങ്കിലോ കച്ചറ ഡസ്റ്റ്ബിൻ മീ ഡാലേ, വേസ്റ്റ് കൃത്യമായി ഡസ്റ്റ്ബിനിൽ ഇടുക, ക്ലാസ്സിൽ അവിടെയും ഇവിടെയും വലിച്ചെറിയാതിരിക്കുക. പേട് ലഗായേ, മരങ്ങള് നട്ടുപിടിപ്പിക്കുക. കാഗസ് കം ഇസ്തമാൽ കരേ, പേപ്പർ ബുക്കൊന്നും നമുക്ക് പറിച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ പേപ്പർ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. എങ്ങനെയാ പേപ്പർ ഉണ്ടാക്കുന്നത്? മരങ്ങളിൽ നിന്നാണ് അല്ലേ? അപ്പൊ പേപ്പറുകൾ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ മരം വെട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ഏറ്റവും കുറവ് പേപ്പറുകൾ ഉപയോഗിക്കുക. ഇനി സമാജ് മേ, സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ എന്താ ചെയ്യേണ്ടത്? സഫായി രഖേ, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ക്ലീൻ ആക്കി വെക്കണം. പ്ലാസ്റ്റിക് കം കരേ, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം. ദൂസറോങ്കോ ജാഗരൂക കരേ, മറ്റുള്ളവർക്കും അവയർനെസ് കൊടുക്കുക, അറിയാത്തവരെ അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ഇതിന്റെ അവസാനം ഈ ചാപ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വാക്കുകളെയും മീനിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഏത് വാക്കാണോ അറിയാത്തത് അത് ഇതിൽ നോക്കി മനസ്സിലാക്കുക. സീഗടി മച്ച്ലി, ഒരു തരം മീൻ. മച്ചുവാര, മീൻ പിടിക്കുന്ന ആൾ. ധൂപ്, വെയിൽ. ജാൽ, വല. നാവ്, തോണി. ബച്ചി മച്ലിയാം, ബാക്കി വന്ന മത്സ്യങ്ങൾ. സുഖാരഹീതി, ഉണക്കുകയായിരുന്നു. ചട്ടായി, വിരിപ്പ്, പായ എന്നൊക്കെ പറയും. പടാപ്പട, കിടന്ന്. ചബൂത്രേ, കൈവരി. സഹലാരഹീതി, തലോടുകയായിരുന്നു. ബഗാരഹീതി, ഓടിക്കുകയായിരുന്നു. സമേഡ്കർ, വാരിക്കൂട്ടി. ചൂക്കർ ദേക്ക, തൊട്ടുനോക്കി. ഘാസ്, പുല്ല്. ബഡ് ഗയി ഹേ, വളർന്നു. ധൂപ് കെ ആയ ക്യോ ആയി, വെയിലിനെ തടഞ്ഞതെന്തിന്? ജവാബ് ദിയ, മറുപടി കൊടുത്തു. ബച്ചട, പശുക്കുട്ടി. ഓരത്, സ്ത്രീ. രസ്സി, കയർ. നെഹി ഖോലി, അഴിച്ചില്ല. ചീണ്ടി, ഉറുമ്പ്. കാട്ട, കടിച്ചു. രാഹ് രോക്കി, വഴി തടഞ്ഞു. ലപേട്ട് ലോ, മടക്കിയെടുക്കൂ. ജാനേ ദോ, പോവാൻ അനുവദിക്കൂ. ഉഠായ, എടുത്തു. കാട്ടെ ബഗേർ, കടിക്കാതെ. അന്തർ ലേ ഗയി, അകത്ത് കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ഈ വീഡിയോയ്ക്ക് അടിയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.